അധ്യക്ഷ പ്രസംഗം നടത്തിയപ്പോൾ നമ്മുടെ ചീഫ് ഗസ്റ്റ് പറഞ്ഞു, അധ്യക്ഷനും പറഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഇപ്പം പഴയതിനെക്കാട്ടിയും ഒത്തിരി മോശമായിരിക്കുന്നു. അപ്പം നമ്മൾ സാധാരണഗതിയിൽ എപ്പോഴും ചിന്തിക്കുന്ന ഒരേ ഒരു കാര്യത്തിനെ കുറിച്ചാണ്, അസുഖം അല്ലേ. നമ്മൾ പ്രൈമറി ഹെൽത്ത് സെൻ്ററിലാണേലും CHCയിലാണേലും എല്ലാം നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ, ഡോക്ടർമാരാണേലും ഹെൽത്ത് സ്റ്റാഫാണേലും നമ്മൾ സാധാരണക്കാരാണേലും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉള്ള ഒരു വാക്ക് അസുഖം അല്ലേ. അതൊരു നെഗറ്റീവ് സാധനമല്ലേ, ഇൽനെസ്. നമ്മൾ കുറച്ചുകൂടെ വെൽനെസ്സിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയാൽ നമുക്ക് ഈ ഇൽനെസ് വരാതിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ബേസിക്കലി ഈ ബുക്ക് ഞാൻ എഴുതിയിരിക്കുന്നത്. ഈ ബുക്ക് എഴുതാൻ ഒരു കാരണവും കൂടെ ഉണ്ട്. ഞാൻ ഹെൽത്ത് സർവീസിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ സ്പോർട്സ് മെഡിസിൻ സെൻറ്ററിൽ വന്നപ്പോഴത്തേക്കും ഞങ്ങളൊരു ചെറിയ പഠനം നടത്തി. തിരുവനന്തപുരത്തുള്ള 1400 ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ, BSNL, പിന്നെ നമ്മുടെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസിൻ്റെ ഓഫീസിൽ, അങ്ങനെ എല്ലാം കൂടെ 1400 പേരുടെ ഇടയിൽ ഒരു ചെറിയ പഠനം നടത്തി. IPAC എന്ന് പറയുന്ന ഒരു ക്വസ്റ്റിനെയർ ഉപയോഗിച്ചുള്ള പഠനത്തിൽ നിന്ന് മനസ്സിലായത്, നമുക്ക് സാധാരണക്കാർക്ക് വേണ്ട വ്യായാമത്തിൻ്റെ, റെഗുലറായിട്ട് ചെയ്യേണ്ട വ്യായാമം കിട്ടുന്നത് 20% പേർക്കേ കിട്ടുന്നുള്ളൂ. അപ്പം നമുക്ക് വ്യായാമം എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. വേറെ എങ്ങും പോയി വാങ്ങിക്കണ്ട അല്ലേ. നമുക്കൊരു ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് പോകണമെങ്കിൽ അവർ ചിലപ്പോൾ മരുന്ന് പുറത്തുനിന്ന് കുറിച്ച് തന്നാൽ അത് വാങ്ങണം. വ്യായാമം നമുക്ക് വാങ്ങിക്കണ്ട. അപ്പം നമ്മൾ എന്താണ് വ്യായാമം ചെയ്യാത്തത് എന്ന് പലയിടത്തും ചോദിക്കുന്നുടനെ നമുക്ക് വളരെ വെറൈറ്റി ഓഫ് ഉത്തരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഒത്തിരിയും പേര് പറയും സമയമില്ല, 2 സൗകര്യമില്ല, 3 അതിൻ്റെ ആവശ്യമില്ല, എൻ്റെ BP-യും ഷുഗറും ഒക്കെ നോർമലാണ്. ഇതൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ എല്ലാവരുടെ അടുത്തും സംസാരിക്കുന്നുണ്ട് കിട്ടുന്ന ഉത്തരങ്ങൾ. അപ്പോൾ വ്യായാമം നമുക്ക് ആവശ്യമാണോ? ഞങ്ങളുടെ ഫാദർ ഓഫ് മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന ഹിപ്പോക്രാറ്റസ് ഓത്താണ് നമ്മൾ MBBS പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ എടുക്കുന്ന. ഹിപ്പോക്രാറ്റസ് 2000 വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മൂവ്മെൻറ്റ് ഇസ് മെഡിസിൻ, അല്ലെങ്കിൽ വാക്കിംഗ് ഇസ് മെഡിസിൻ, അല്ലെങ്കിൽ എക്സസൈസ് ഇസ് മെഡിസിൻ. നമ്മളിപ്പോൾ മെഡിസിൻ മരുന്ന് വല്ലതും എടുക്കുന്നുണ്ടോ? ഞാൻ BP-യുടെ, ഞാൻ O എന്ന് പറയുന്ന തിരുവനന്തപുരം ഭാഷ O എന്നാണ്. ഞാൻ BP-യുടെയും ഷുഗറിൻ്റെയൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പം പണ്ട് ഞാൻ 82, 83, എൻ്റെ സീനിയറായിരുന്നു ഡോക്ടർ ജയശ്രീ. ഞാൻ 82, 83 ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ജോയിൻ ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ അസുഖങ്ങളെല്ലാം പനി, ചുമ, അങ്ങനത്തെ ബ്രോങ്കൈറ്റിസ്, യൂറിനറി ഇൻഫെക്ഷൻ, വയറുവേദന, ഇങ്ങനത്തെ അസുഖങ്ങളായിരുന്നു. ഇപ്പം അതൊന്നും അല്ല ആരുടെ അസുഖം. ഇപ്പോഴത്തെ അസുഖങ്ങളെന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. എന്തൊക്കെയാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്? സാധാരണഗതിയിലുള്ള കാര്യം പറയാം. BP, ഷുഗർ, കൊളസ്ട്രോൾ, ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ എന്താണ് പറയാവോ? അപ്പം നമുക്ക് ഏത് കാര്യവും ദിസ് ഇസ് ഗോയിങ് ടു ബി എനിക്കൊരു ഇൻട്രാക്റ്റീവ് സെഷൻ ചെയ്യാനാണ് ഇഷ്ടം. പക്ഷേ ഈ ഹാളിൻ്റെ രീതി വെച്ചിട്ട് ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ പറ്റത്തില്ല, എല്ലാവരും ഒത്തിരി പുറകിലാണ്. അപ്പം ഞാൻ തന്നെ ക്വസ്റ്റ്യനും ആൻസറും ഞാൻ തന്നെ പറയാം. അപ്പം ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ BP, ഷുഗർ, കൊളസ്ട്രോൾ, ഹാർട്ട് ഡിസീസ്, ക്യാൻസർ, ഇതെല്ലാമാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ്. നമ്മൾ ഏതൊരു കാര്യത്തിനെയും നമ്മൾ നോക്കുമ്പോൾ നമ്മളത് വരാതിരിക്കാനുള്ള കാരണം നോക്കണം അല്ലേ. നമ്മുടെ പ്രൈമറി ഹെൽത്തിൽ നമ്മളെപ്പോഴും പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പോൾ ഇത് വരാതിരിക്കാനുള്ള കാര്യം നോക്കേണ്ടതിൻ്റെ അത്യാവശ്യം എന്തെന്ന് വെച്ചാൽ, നമുക്ക് എങ്ങനെയാണ് BP അല്ലെങ്കിൽ ഷുഗർ ഉണ്ടെന്ന് അറിയുന്നത്? ഞാൻ എൻ്റെ അനുഭവം പറയാം. എനിക്കൊരു 12 വർഷം മുമ്പ്, എനിക്കിപ്പോൾ 50 വയസ്സായി, ഒരു 12 വർഷം മുമ്പ് ഒരു ഒരു ഷുഗർ നോക്കുന്ന ഗ്ലൂക്കോമീറ്റർ എല്ലാവരും കണ്ടിട്ടില്ലേ? ചെറിയൊരു ഇതുണ്ട്, ഉപകരണം. നമ്മൾ വിരലിൽ ഒരു കുത്തും, ഒരു ഡ്രോപ്പ് ബ്ലഡ് വെക്കും. അപ്പോൾ അതിനകത്ത് 5 സെക്കൻഡ് കഴിഞ്ഞ് റീഡിങ് വരും. അത് ഒരെണ്ണം എനിക്ക് ഗിഫ്റ്റ് കിട്ടി, ഒരു കമ്പനിക്കാരൻ എൻ്റെ വീട്ടിൽ കൊണ്ട് തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഒന്ന് നോക്ക്, എനിക്കിത് നോക്കാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ എൻ്റെ 12 വർഷം മുമ്പ് ഇതത്ര യൂസ്ഡ് അല്ല. അപ്പം നോക്കിയ ഉടനെ എൻ്റെ വിരലിൽ നിന്ന് ഒരു ഡ്രോപ്പ് ബ്ലഡ് അദ്ദേഹം എടുത്തു, അതിൻ്റെ സ്ട്രിപ്പിലോട്ട് വെച്ചു. 5 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ക്ലിങ് ഒരു ശബ്ദം, 221. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ശരിയാണോ? അപ്പം അവരും വളരെ ബോധേഡായിപ്പോയി. ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുക. അപ്പോൾ അവർ പറഞ്ഞു, ഡോക്ടറെ ഇത് വേറെ വരുത്താം, ചെന്നൈയിൽ അയക്കണം, കുറിയറിൽ ഒരു 5 ദിവസത്തിനകം വരും. ഞാൻ പറഞ്ഞു, ഇയാളുടെ ഒന്ന് നോക്ക്.
അപ്പം പുള്ളി 5 സെക്കൻഡ് കഴിഞ്ഞ് നോക്കിയപ്പം 108. അപ്പം ഞാൻ എന്തോ റിയലൈസ് ചെയ്തു, ഞാൻ പെട്ടെന്ന് റിയലൈസ് ചെയ്തു ഞാൻ ഒരു ഡയബറ്റിക് ആയെന്ന്. 12 വർഷം മുമ്പുള്ള കാര്യമാണ്. അപ്പം ഞാൻ കുറച്ച് ബോധേഡായിപ്പോയി. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഡയബറ്റിക് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡയബറ്റിസ് വരുന്നത് പൊതുവേ ഇറ്റ് ഇസ് എ ഫാമിലിയൽ ഇൽനെസ് ആണ്. പക്ഷെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാനൊരു പുസ്തകം വാങ്ങിച്ചു. സാധാരണ ആൾക്കാരുടെ നീ ജേർക്ക് റിയാക്ഷൻ അല്ല ഞാൻ ചെയ്തത്. ഞാൻ ഉടനെ എൻ്റെ US-ലുള്ള 13 ഫ്രണ്ട്സ് US-ലുണ്ട് എൻ്റെ കൂടെ പഠിച്ചതിൽ. 28 പേര് ഇംഗ്ലണ്ടിലുണ്ട്. ഇപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇവരെല്ലാവരും ഉണ്ട്. അപ്പം അവിടുന്ന് ഒരു പുസ്തകം അയച്ചു തരാൻ പറഞ്ഞു. ആ പുസ്തകത്തിൽ പറയുന്ന ഹൗ ടു റിവേഴ്സ് ഡയബറ്റീസ് വിത്ത് ഡയറ്റ് ആൻഡ് എക്സസൈസ്. നമ്മൾ സാധാരണ പ്രകൃതി ചികിത്സ എന്നൊക്കെ പറയത്തില്ലേ, അതിനകത്ത് ഒത്തിരി ഗുഡായിപ്പും പറ്റിപ്പും ഒക്കെ പല സ്ഥലത്തും ഉണ്ട്. എന്നാലും ഞാൻ വിചാരിച്ചു കഴിയുന്നതും മരുന്ന് കഴിക്കാതെ എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റുമോ. ആ ട്രയലിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്നെ തന്നെ ഗിനിപ്പിക്കാക്കി. ഭാഗമായിട്ട് കഴിഞ്ഞ 12 വർഷത്തിൽ 2 മാസം മാത്രമേ ഡയബറ്റീസിന് മരുന്ന് കഴിച്ചിട്ടുള്ളൂ. ഇപ്പം ടെസ്റ്റ് ചെയ്ത് നോക്കിയാലും നോർമലായിരിക്കും. അപ്പം അത് ഞാൻ എൻ്റെ ഒരു കഴിവായിട്ട് പറയുകയല്ല, ഐ വാസ് ജസ്റ്റ് ടെസ്റ്റിംഗ് ഓൺ മൈസെൽഫ്. ഡയറ്റ് ആൻഡ് എക്സസൈസ് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഞാനിത് മാനേജ് ചെയ്യുന്നത്. അപ്പം നമുക്ക് തിരിച്ച് എന്താണ് ഈ അസുഖങ്ങളെല്ലാം വരാനുള്ള കാരണം ഞാൻ നോക്കിയിട്ട് 3 കാരണങ്ങളേ ഉള്ളൂ. സ്റ്റീവ് ജോബ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ആപ്പിൾ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഓണറും CEO-യുമായിരുന്ന സ്റ്റീവ് ജോബ്സ് എല്ലാം 3 കാര്യങ്ങളായിട്ട് പറയും. നമ്മൾ പല കാര്യങ്ങളും എത്ര കാരണങ്ങളുണ്ട്? 12 കാരണങ്ങളുണ്ട്, അല്ലെങ്കിൽ 14 കാരണങ്ങളുണ്ട്. അത് നമ്മൾ ഓർത്തിരിക്കില്ല. അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരാൻ വേണ്ടി നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ 3 കാരണങ്ങളേ ഉള്ളൂ. 1, സ്മോക്കിംഗ്, പുകവലി. ഏറ്റവും കൂടുതൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടാക്കുന്ന ഒരു സാധനം സ്മോക്കിംഗ്. 2, അനാവശ്യമായിട്ടുള്ള ആഹാരം കഴിപ്പ്. നമ്മളുടെ ഏറ്റവും വലിയ അഡിക്ഷൻ എന്താണ്? ഭക്ഷണമാണ് നമ്മുടെ ഏറ്റവും വലിയ അഡിക്ഷൻ, അല്ലേ? തിരുവനന്തപുരത്ത് കുറച്ച് ഒരു 12-13 വർഷം മുമ്പേ ഈ ബുഫേ അങ്ങ് ഭയങ്കര ഹിറ്റായി. അപ്പം ഒത്തിരിയും ഹോട്ടലുകളിൽ ബുഫേ ഉണ്ട്. അപ്പം 199 രൂപ 100 വിഭവങ്ങൾ. അപ്പം നമ്മുടെയൊക്കെ ക്ലാസ്മേറ്റ്സ് അവിടെ പോയി എല്ലാം കഴിച്ചിട്ട് വന്നു. 12 എണ്ണം കഴിക്കാൻ പറ്റിയില്ല. 88 എണ്ണം കഴിച്ചു, 12 എണ്ണം കഴിക്കാൻ പറ്റിയില്ല. നെമ്മീനുണ്ടായിരുന്നു, അത് മുഴുവൻ ഞാൻ ഇങ്ങ് കോരിയെടുത്തു ഒരു ട്രേയിൽ. അപ്പം നമ്മൾ ആവശ്യമുള്ള ആഹാരമല്ല കഴിക്കുന്നത്. അപ്പം 2ാമത്തെ കോസ് ഫോർ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് നമുക്ക് വേണ്ട ആഹാരമല്ല, അമിതമായിട്ടുള്ള ആഹാരം. ഞാനിപ്പം ഒരു പർട്ടിക്കുലർലി ഒരു റിലീജിയനെയോ ഒന്നിനെയോ കുറ്റപ്പെടുത്തുമല്ല. ഒരു കല്യാണ സദ്യക്ക് പോയാൽ അത് നോൺ വെജിറ്റേറിയൻ ആകട്ടെ വെജിറ്റേറിയൻ ആകട്ടെ അത്രയും ആഹാരം നമുക്ക് വേണോ? എത്ര ആഹാരമാണ് നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത്, അത് വേറൊരു വിഷയം. അപ്പം നമുക്ക് വേണ്ട ആഹാരമല്ല നമ്മൾ കഴിക്കുന്നത്, അമിതമായ ആഹാരം കഴിക്കുന്നു. അത് 2ാം കാരണം. 3ാമത്തെ കാരണം എന്താണ്? വ്യായാമം ഇല്ലായ്മ. അപ്പൊ വ്യായാമത്തിനെ കുറിച്ച് പലരിടത്തും നമ്മൾ രോഗിയായിട്ടാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. നമ്മൾ ഡോക്ടർ ആയതുകൊണ്ട് പലപ്പോഴും വന്ന് തലച്ചുറ്റാണ്, ദേഹത്ത് ചൊറിച്ചിലാണ്, ഭയങ്കര ക്ഷീണമാണ്, അമിത വെള്ളദാഹമാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം BP നോക്കും. ബിക്കോസ് ഡോക്ടറുടെ അടുത്തിരിക്കുമല്ലേ BP അപ്പാരറ്റസ്. അത് കഴിഞ്ഞിട്ട് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ടെസ്റ്റ് ചെയ്യും. അപ്പോഴത്തേക്കും നമ്മൾ അതിൽ നിന്നാണ് ഈ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. അപ്പം 3ാമത്തെ കാരണം, നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കും വ്യായാമം ഉണ്ടോ? ഉണ്ട്. എന്താണ് വ്യായാമം? ഞാൻ HI-മാരുടെ കൊല്ലത്ത് വെച്ച് ഒരു പ്രോഗ്രാം നടത്തി. ഇപ്പം 45 HI-മാരുണ്ടായിരുന്നു. റെഗുലറായിട്ട് വ്യായാമം ചെയ്യുന്നവരെല്ലാം കൈവെക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് 3 പേര് കൈവെക്കി. അതിൽ 2 പേര് പുരുഷന്മാരും ഒരു ലേഡിയും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓരോരുത്തരുടെ അടുത്തായിട്ട് ചോദിച്ചു എന്ത് വ്യായാമം ചെയ്യുന്നത്. ഒരാൾ പറഞ്ഞു, ഞാൻ പുള്ളിയെ കണ്ടാൽ തന്നെ അറിയാം, ഒരു ബോഡി ബിൽഡിംഗ് ഫിറ്റ്നസ് സെൻ്ററിലൊക്കെ പോകുന്ന ആളാണെന്ന്, റെഗുലറായിട്ട് പോകുന്നു, നല്ല ശരീരമുണ്ട്. അപ്പം ഞാൻ ജിംനേഷ്യത്തിൽ പോവും, പണ്ടേ കളിക്കുന്ന ശീലമുള്ള ആളാണ്. മറ്റേ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ വാഴയ്ക്കൊക്കെ എന്നും വെള്ളം കോരുകയും വാഴയ്ക്ക് എല്ലാം വീട്ടിൽ പുറകിൽ കുറച്ച് വാഴക്കൃഷിയൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ എന്നും ചെയ്യുന്നുണ്ടെന്ന്. പിന്നെ ഒരു ലേഡി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവരുടെ അടുത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായി. ആകെപ്പാടെ 2 ലേഡീസ് ഉണ്ട്. അതിലൊരാൾ പറഞ്ഞു ഞാൻ വ്യായാമം ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ ബ്രീത്തിങ് എക്സസൈസ് എന്നും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, മാഡം എന്ത് ബ്രീത്തിങ് എക്സസൈസ്? ഞാൻ 10 പ്രാവശ്യം ഇങ്ങനെ എടുക്കുമെന്ന്. ഞാൻ അന്തം വിട്ടുപോയി. ഇതൊരു ഹെൽത്ത് സ്റ്റാഫ് അല്ലേ പറയുന്നത്, 10 പ്രാവശ്യം ശ്വാസം ഇങ്ങനെ എടുക്കുമെന്ന്.
വ്യായാമം, ബ്രീത്തിങ് എക്സസൈസ് നല്ലതാണ്, പക്ഷെ അതല്ല നമ്മൾക്ക് വേണ്ട ഫിസിക്കൽ ആക്ടിവിറ്റി. അപ്പം നമുക്ക് എന്താണ് ഫിസിക്കൽ ആക്ടിവിറ്റി വേണ്ടതെന്ന് നമുക്ക് കുറച്ച് അറിഞ്ഞിരിക്കണം. പിന്നെ ഇതിലെ ഏറ്റവും വലിയ കുറ്റക്കാര് എൻ്റെ പ്രൊഫഷനിലുള്ളവർ തന്നെയാണ്, അല്ലേ? അവരുടെ അടുത്ത് നമ്മൾ എന്താണ് ചോദിക്കുന്നത്? നമ്മൾ അഡ്വൈസിനാണ് ചെല്ലുന്നത്, അല്ലേ? നമ്മൾ ചെന്നിട്ട് അഡ്വൈസാണ് ചോദിക്കുന്നത്. അപ്പം അവർ പറഞ്ഞു തരുന്ന കാര്യം വേണ്ടത്ര ശരിയല്ല. അതിനൊരു കാരണമുണ്ട്. നമ്മളുടെ മെഡിക്കൽ പ്രൊഫഷനിൽ ഞങ്ങൾ പഠിച്ച MBBSൽ എത്ര വ്യായാമം ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. എക്സസൈസ് ഫിസിയോളജി പഠിച്ചിട്ടുണ്ട്, പത്തോളജി പഠിച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം പഠിച്ചിട്ടുണ്ട്. നമ്മൾ എവിടെ ചെന്നാലും നടക്കണം നടക്കണം നടക്കണം. എത്ര നടക്കണം, എങ്ങനെ നടക്കണം, എത്ര ദൂരം നടക്കണം, നടന്നാൽ മാത്രം മതിയോ? ഞങ്ങൾ ട്രിവാൻഡ്രം മ്യൂസിയം സൂ ഒക്കെ പോയിട്ടുണ്ടായിരിക്കുമല്ലോ, അല്ലേ? അവിടെ നമ്മളൊരു പരിപാടി വെച്ചു. അതിൻ്റെ വലിയ ബാനറിൽ ഒറ്റ ഇതേ ഉള്ള, ഈ നടത്തം മാത്രം മതിയോ? 500 പേര് വന്നു നമ്മുടെ ടോക്ക് കേൾക്കാൻ, നമ്മുടെ കൂടെ എക്സസൈസ് ചെയ്യാൻ. അപ്പോൾ ആക്ച്വലി ഈ ബുക്ക് നിങ്ങളുടെ എല്ലാവരുടെയും മിക്ക പേരുടെയും ഞാൻ 130 കോപ്പി കൊണ്ടുവന്നു. ഒരുവിധം എല്ലാവർക്കും കിട്ടിക്കാണും. ഇതിനകത്ത് പറയുന്നത് നടത്തത്തെക്കുറിച്ച് മാത്രമാണ്. കാരണം നമ്മളൊരു പുസ്തകം എഴുതുന്നോണ്ടേ ലോകത്തിലുള്ള എല്ലാ എക്സസൈസിനെ കുറിച്ചും റഗ്ബി, ഗോൾഫ് എന്നൊന്നും പറഞ്ഞ് എഴുതിയിട്ട് കാര്യമില്ല. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എഴുതാമെന്ന് വെച്ചിട്ടാണ് ഇതിൽ എഴുതിയത്. അപ്പം ഇനി നമുക്ക് സമയക്കുറവുകൊണ്ട് നമുക്ക് നേരെ എന്തിലോട്ട് പോവാം? എക്സസൈസിലോട്ട് പോവാം. എന്തൊക്കെയാണ് വ്യായാമങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ചെയ്യാൻ പറ്റുന്ന വ്യായാമത്തിൽ നടത്തമുണ്ട്, ഓട്ടമുണ്ട്, സൈക്ലിംഗ് ഉണ്ട്, നീന്തലുണ്ട്, യോഗ, ബാഡ്മിൻ്റൺ. ഇപ്പോൾ ഒത്തിരിയും സ്ഥലങ്ങളിൽ ഒരു കോർട്ടിനൊക്കെ സ്ഥലമുള്ളിടത്തൊക്കെ ഷട്ടിൽ ബാഡ്മിൻ്റനൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എല്ലാ സമൂഹത്തിലെ എല്ലാ തട്ടിലുള്ള ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്നതാണോ? അല്ല, അല്ലേ? കുറച്ച് ഇതിനുള്ള സമയവും ഇതിനുള്ള കുറച്ച് സമയവും സാഹചര്യവും എല്ലാം ഉള്ളവർക്ക് മാത്രമേ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അല്ലാത്തവർക്ക് എങ്ങനെ ഒരു വ്യായാമം ചെയ്യാം? വീട്ടിനകത്ത് വൃത്തിയാക്കുന്നത് വ്യായാമമാണോ? മുറ്റം തൂക്കുന്ന വ്യായാമമല്ലേ? അല്ലേ? തറ തുടയ്ക്കുന്ന വ്യായാമമല്ലേ? ഓപ്ര വിൻഫ്രീ എന്ന് കേട്ടിട്ടുണ്ടോ? ഓപ്ര വിൻഫ്രീ അമേരിക്കയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടോക്ക് ഷോ ഹോസ്റ്റാണ് ഓപ്ര വിൻഫ്രീ. ഓപ്ര വിൻഫ്രീ ഒരു പ്രാവശ്യം 55 പൗണ്ട് വെയിറ്റ് കുറച്ചു. എന്നിട്ട് അവരെന്തോ ചെയ്തെന്നറിയാവോ? 55 പൗണ്ട് വെയിറ്റ് ഒരു ചാക്കിനകത്ത് നിറച്ചിട്ട് അവരടുത്ത ഷോയ്ക്ക് അതും ഇങ്ങനെ ഏന്തിക്കൊണ്ടുവന്നു. ഞാൻ ഇത്രയും വർഷം ഇത്രയും വെയിറ്റ് തൂക്കിക്കൊണ്ടാണ് നടന്നത് എന്ന് പറഞ്ഞ് അവിടെ അങ്ങ് വെച്ചു. അപ്പോൾ അവർ ഈ 55 പൗണ്ട് വെയിറ്റ് കുറച്ചത് എങ്ങനെയാ? അവരുടെ വലിയ മണിമാളികയുണ്ട്, അതിനകത്ത് അവർ തറ തുടച്ചാണ് കുറച്ചത്. ജൂഹി ചാവളയ്ക്ക് എക്സസൈസ് ചെയ്യാൻ ഇഷ്ടമേ അല്ല. പക്ഷെ അന്ന് ഷാറൂഖ് ഖാൻ്റെ കൂടെ അമീർ ഖാൻ്റെ കൂടെയൊക്കെ അഭിനയിക്കണമെങ്കിൽ അവർ നല്ല ട്രിമ്മായിരിക്കണം. അവർ മിസ് ഇന്ത്യ ആയിരുന്നു, പക്ഷെ വണ്ണം വെച്ചുകൊണ്ടേയിരുന്നു. അവർക്ക് ചോക്ലേറ്റും മറ്റേതുമൊക്കെ വളരെ. രവീന ടാൻഡന് ചോക്ലേറ്റ് വലിയ ഇഷ്ടമാണ്. അവർ കണ്ടു കഴിഞ്ഞാൽ അത് മുഴുവൻ എടുത്ത് കഴിക്കും. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി ജൂഹി ചാവള ചെയ്തത് തറ തുടയ്ക്കുക മാത്രമാണ് ചെയ്തത്. ഞാനൊരു തറ തുടപ്പിൻ്റെ ആളല്ല, പക്ഷെ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്, അല്ലേ? വീട് വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും. അതേപോലെ പൂന്തോട്ട പരിചരണം. നമ്മളൊരു പിക്കാക്സോ, ഒരു ചെറിയ പിക്കാക്സോ ഒരു മൺവെട്ടിയോ എടുത്ത് മുറ്റം ഒന്ന് കിളക്കിയോ ഒറ്റ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ വ്യായാമം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ ശ്വാസത്തിൻ്റെ അളവും എണ്ണവും 1 മിനിറ്റിൽ കൂടണം. നമ്മുടെ ഹാർട്ട് റേറ്റ്, നോർമൽ ഹാർട്ട് റേറ്റ് എത്രയാണ്? 72 ആണ് നമ്മുടെ നോർമൽ ഹാർട്ട് റേറ്റ്. അത് ഗണ്യമായി കൂടണം. പിന്നെ നമ്മളുടെ ശരീരത്തിലെ വലിയ മസിൽസ് എവിടെയൊക്കെയാണ്? കാലിൻ്റെ മസിൽസ്, അല്ലേ? ക്വാഡ്രിസെപ്സ്, ഹാംസ്ട്രിങ്, ഗ്യാസ്ട്രോണിമസ്, സോളിയസ്, കാലിൻ്റെ മസിൽസ്, കൈയുടെ മസിൽസ്, ബൈസെപ്സ്, ട്രൈസെപ്സ്, ഇതൊക്കെ ജിമ്മിലൊക്കെ പോകുന്നവർക്ക് അറിയാം. ഈ മസിലുകളെല്ലാം അനങ്ങണം, വ്യായാമം ചെയ്യണം. അപ്പോൾ ഈ മസിലുകളെല്ലാം അനങ്ങുന്ന ശ്വാസത്തിൻ്റെ എണ്ണവും ശ്വാസത്തിൻ്റെ അതിന് പറയുന്ന ഇൻറ്റൻസിറ്റിയും കൂട്ടുന്നതും നമ്മുടെ ഹാർട്ട് റേറ്റ് കൂട്ടുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താണ്? എക്സർസൈസാണ്. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എത്ര സമയം ചെയ്യണം? അത് നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്ത് ചെയ്യണം, എത്ര ഇൻറ്റൻസിറ്റിയിൽ ചെയ്യണം, എത്ര സമയം ചെയ്യണം. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. 2,
എത്ര ഇൻറ്റൻസിറ്റിയിൽ ചെയ്യണമെന്ന് പറഞ്ഞു. അതായത് നമ്മുടെ അപ്പം വ്യായാമം ചെയ്യുന്ന നടക്കുമ്പോഴത്തേക്കും ഒരു സിമ്പിൾ റൂൾ ഓഫ് ദ തമ്പ് എന്ന് പറയും, ഒരു ഫോമുലയുണ്ട്. നമ്മൾ നടക്കുന്നു, പയ്യെ നടന്നു തുടങ്ങിയാൽ മതി, പിന്നെ സ്പീഡ് കൂട്ടണം. അപ്പോൾ കൂടെയുള്ള ഒരാൾ, ഇപ്പോൾ ഡോക്ടർ ജയശ്രീ ഞാനും കൂടെ നടക്കുന്നെങ്കിൽ അത് നല്ല ഇൻറ്റൻസ് ഫിസിക്കൽ ആക്ടിവിറ്റി ആവണമെങ്കിൽ ഞങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാം, പക്ഷെ പാട്ട് പാടാൻ പറ്റൂല. നേരത്തെ ഇവിടുത്തെ ഒരു സുഹൃത്ത് ഒരു കവിത ചൊല്ലിയല്ലോ, അതേപോലെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് പറയാൻ പറ്റരുത്, അത്രയും സ്പീഡ് നമുക്ക് വേണം. ഓരോരുത്തരുടെ സ്പീഡ് വേറെ വ്യത്യസ്തമായിരിക്കാം അല്ലേ. ചിലർ ഹസ്ബൻഡും വൈഫും കൂടെ നടക്കാൻ പോകും, ഹസ്ബൻഡ് ഒരുവിധം ഫിസിക്കലി ഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ തിരിച്ചായിരിക്കും. ഹസ്ബൻഡിന് അസുഖങ്ങളെല്ലാം കാണും, വൈഫിന് പറ്റും. പക്ഷെ ഇവർ ഒരുമിച്ച് നടന്നില്ലെങ്കിൽ ഇവർ തമ്മിൽ തർക്കമാവും. നാളെ തൊട്ട് ഞാൻ വരുന്നില്ല, നിങ്ങളങ്ങ് മുമ്പേ നടന്നു പോവുക. പക്ഷെ ആക്ച്വലി അവരുടെ രണ്ടുപേരുടെയും അവർക്ക് വേണ്ട ഫിസിക്കൽ ആക്ടിവിറ്റി വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും എത്ര ഫിസിക്കൽ ആക്ടിവിറ്റി വേണമെന്ന് നമ്മൾ എങ്ങനെ അളക്കും? അതിനൊരു സിമ്പിൾ ഫോമുലയുണ്ട്. പലരുടെയും കൈ പുസ്തകം ഉള്ളതുകൊണ്ട് 1-2 കാര്യങ്ങൾ മാത്രം നമുക്ക് എഴുതാം. ഒന്ന്, 220 മൈനസ് ഹാർട്ട് റേറ്റ്, 220 മൈനസ് ഏജ്, 220 മൈനസ് ഏജ് ഇൻറ്റു 0.6. എല്ലാവർക്കും അവരവരുടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാവോ? 220 ഇന്ന് അവരവരുടെ പ്രായം കുറയ്ക്കുക, ഇൻറ്റു 0.6 ഗുണം 0.6. എല്ലാവർക്കും അവരവരുടെ പൾസ് നോക്കാൻ അറിയാവോ? 220 മൈനസ് ഏജ് പ്രായം, അവരവരുടെ പ്രായം, ഇൻറ്റു 0.6 0.6. എത്ര? ഓക്കെ, 110. വേറെ 1-2 പേരുടെയും എന്തോ 106, 102. ഓക്കെ. ഇത് ഏറ്റവും ഇത്രയും എങ്കിലും നമ്മുടെ ഹാർട്ട് റേറ്റ് 10 മിനിറ്റ് ഒരു ദിവസം കൂടിയാലേ വ്യായാമം ആവുന്നുള്ളൂ. നമ്മുടെ 72 നമ്മുടെ സാധാരണ ഹാർട്ട് റേറ്റ്. നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടണം വ്യായാമം ചെയ്ത്. അത് ഇപ്പം കിട്ടിയ ഒരു വാല്യൂ ഇല്ലേ? ചിലർക്ക് 108, ചിലർക്ക് 104, ചിലർക്ക് 106, ചിലർക്ക് 110. ഇതൊക്കെ ഏകദേശം ഒരേ പ്രായക്കാരായതുകൊണ്ടാണ് ചെറിയ വ്യത്യാസമേ വരുന്നുള്ളൂ. അപ്പോൾ ആ ഹാർട്ട് റേറ്റ് നമ്മൾ ഒരു ദിവസം 10 മിനിറ്റ് എങ്കിലും എത്തണം. എങ്ങനെ എത്തും? ഇങ്ങനെ പയ്യെ നടന്നിട്ട് പോയിട്ട് ഇന്ന് നാളെ പോകുന്നുണ്ടോ രാവിലെ? എങ്ങനെയാ പോകുന്നത്? ഞാനും കൂടെ വരുന്നു, ബൈക്കിന്റെ പുറകെ കയറാം എന്ന് പറഞ്ഞാൽ അത് വരൂല അല്ലേ. അപ്പം നടക്കുകയാണെങ്കിൽ സ്പീഡിൽ നടക്കണം, ഓടുകയാണെങ്കിൽ ഇതെന്തായാലും തീർച്ചയായിട്ടും വരും. അപ്പോഴാണ് 21-ാം തീയതി ഇന്റർനാഷണൽ യോഗ ഡേ ആഘോഷിക്കുന്നുണ്ട് അല്ലേ. ഞങ്ങളുടെ ഓഫീസിലും ഒരു വലിയ പരിപാടി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചോദിച്ചു നോക്കണം, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ആലോചിച്ച് നോക്കണം, നമ്മൾ ചെയ്യുന്ന യോഗ കൊണ്ട് ഇതൊക്കെ അച്ചീവ് ചെയ്യുന്നുണ്ടോ? അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിലേ നമുക്ക് വ്യായാമം കിട്ടുന്നുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു മാസ്റ്ററുടെ അടുത്ത് പോയി 2 ദിവസം പഠിച്ചിട്ട് നമ്മൾ വീട്ടിൽ ഇരുന്ന് കൈയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചു വെച്ചാൽ വ്യായാമമായില്ല. നമുക്ക് സമാധാനമുണ്ട് നമ്മൾ ചെയ്യുന്നുണ്ടെന്ന്, വ്യായാമം ആവത്തില്ല. അപ്പം വ്യായാമം ആവണമെങ്കിൽ ഈ 3 കാര്യങ്ങളും വേണം. എത്ര സമയം ചെയ്യണം, എത്ര ഇൻറ്റൻസിറ്റിയിൽ ചെയ്യണം, ഒരു ആഴ്ചയിൽ എത്ര പ്രാവശ്യം ചെയ്യണം. ഇനി അതിൻ്റെ കണക്ക് പറയാം. പിന്നെയും റൂൾ ഓഫ് തമ്പ് 3 എണ്ണമാണ്. 1, മോഡറേറ്റ് ഇൻറ്റൻസിറ്റി ഫിസിക്കൽ ആക്ടിവിറ്റി. അതാണ് ഇപ്പം നമ്മൾ പറഞ്ഞ 10 മിനിറ്റ് എങ്കിലും ഇൻറ്റു 0.6 വരുന്ന വ്യായാമം ഒരു ദിവസം ചെയ്യേണ്ടത് 150 മിനിറ്റ് ഒരാഴ്ചയിൽ ചെയ്യണം. അപ്പം ലെറ്റസ് സേ സാറ്റർഡേ സൺഡേ ഹോളിഡേയ്സ് വെച്ചാൽ എത്ര ദിവസമുണ്ട്? പിന്നെ 5 ദിവസം. ഒരു ദിവസം എത്ര മിനിറ്റ് ചെയ്യണം? 150 ഡിവൈഡഡ് ബൈ 5, 30 മിനിറ്റ്, അരമണിക്കൂർ. അപ്പം ഒരു ദിവസം നമ്മൾ അരമണിക്കൂർ കണ്ടെത്തിയാൽ മതി. ഇത് ഞാൻ പല സ്ഥലത്തും പറയുന്ന ഉടനെ നമ്മൾ ബുക്ക് എഴുതുന്ന എളുപ്പമാണ്, നമുക്ക് അറിയാവുന്ന കാര്യം അങ്ങ് എഴുതി വെച്ചാൽ മതി. നമ്മൾ ചോദിക്കുമ്പോഴാണ് ഓരോരുത്തരുടെ മട്ട് മാറുന്നത്, എവിടെ ഇരിക്കുന്ന സമയം. അപ്പം ഞാൻ പറയും, നമ്മുടെ പ്രതിപക്ഷ നേതാവ് 90 വയസ്സുള്ള VS അച്യുതാനന്ദ സാറിന് രാവിലെ